ധുരന്തർ സിനിമയുടെ വൻ വിജയത്തിന് ശേഷം രൺവീർ സിംഗ് നേരെ പോയത് RSS ആസ്ഥാനത്തേക്ക്. ഇതോടെ സിനിമ RSS BJP അനുകൂല രാഷ്ട്രീയ അജണ്ട പ്രചരിപ്പിക്കുന്നുവെന്ന ധ്രുവ് രാഠി ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ച വിമർശനങ്ങൾ ശരിയെന്നത് പകൽ പോലെ വ്യക്തം. വിഷയത്തിൽ കൗതുകം ഒരു തരി പോലും ഇല്ലെന്നും ഇത് സംഭവിക്കുമെന്ന് ഉറപ്പുള്ള കാര്യമാണെന്നുമാണ് രാഷ്ട്രീയ സിനിമാ നിരീക്ഷകരുടെ വിലയിരുത്തൽ. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് വിവിധ ഭാഷകളിലായി ദിവസവും എത്രയോ സിനിമകൾ ഇറങ്ങുന്നു. സിനിമയുണ്ടായ കാലം മുതൽ തന്നെ ഇന്നലകളെക്കുറിച്ച് എഴുതപ്പെട്ട ചരിത്രങ്ങളുടെ സിനിമകളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചവരാണ് നമ്മൾ സിനിമാ പ്രേമികൾ. അത് കാലങ്ങളായി തുടർന്നു പോരുകയും ചെയ്യുന്നതാണ്. എന്നാൽ അഭൂതപൂർവമായ രീതിയിൽ ഈ അടുത്ത കാലത്തായി പ്രത്യേകിച്ച് ബോളിവുഡ് സിനിമകളിൽ ചരിത്ര നിർമ്മിതികളെ പാടെ തച്ചുടച്ച് വാർത്തെടുത്തുകൊണ്ടുള്ള പുതിയ ചരിത്ര നിർമ്മിതികളുടെ സിനിമാഖ്യാനങ്ങൾ കൂടി വരികയാണ്. ഇത് ഭയമുളവാക്കുന്നത് തന്നെയാണ്. ഭയപ്പാടോടെ മാത്രമേ ഇത്തരം സിനിമകളുടെ വിജയത്തെ കാണാനാവൂ എന്നതാണ് വസ്തുത. കേരള സ്റ്റോറിയിലൂടെ അവർ പുതിയ കേരളത്തെ നിർമ്മിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അതുതന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഇനി വീണ്ടും വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, സിനിമാ വിജയം ആഘോഷമാക്കാൻ ചാർട്ടേഡ് വിമാനം വഴി മുംബൈയിൽ നിന്നും നാഗ്പൂരിലെത്തിയ രൺവീർ സിംഗ് നേരെ പോയത് രേഷ്ബാഗിലെ ഹെഡ്ഗേവാർ സ്മൃതി മന്ദിറിലേക്കാണ്. RSS സംഘടനയുടെ സ്ഥാപകരായ KB ഹെഡ്ഗേവാറിനും MS ഗോൾവാക്കറിനും ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷമാണ് സംഘ് ആസ്ഥാനത്ത് അദ്ദേഹം എത്തിയത്. അവിടെ വെച്ച് സർസംഘ് ചാലക് മോഹൻ ഭാഗവതുമായി താരം ദീർഘമായ കൂടിക്കാഴ്ച നടത്തി. സന്ദർശനം വെറുമൊരു മര്യാദയുടെ പേരിലുള്ളതല്ലെന്നാണ് സോഷ്യൽ മീഡിയകളിലെ ചർച്ചകൾ പറയുന്നത്. ധുരന്തർ എന്ന ചിത്രം RSS BJP രാഷ്ട്രീയത്തെ വെള്ളപൂശുന്ന ഒന്നാണെന്ന് നേരത്തെ തന്നെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ രൺവീർ സംഘ് ആസ്ഥാനത്തെത്തിയത് ഉത്തിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണയെന്നാണ് സോഷ്യൽ മീഡിയ പരിഹസിച്ചത്. എന്തൊക്കെ പറയുമ്പോഴും ഇത്തരം സിനിമകളുടെ വിജയം പേടിപ്പിക്കുന്നത് തന്നെയാണ്.